ಕಾಸರಗೋಡಿನ ಕುಂಬ್ಳೆಯಲ್ಲಿ ಕೋವಿಡ್ ನಿಯಂತ್ರಣಕ್ಕೆ ಕಟ್ಟುನಿಟ್ಟಿನ ಕ್ರಮವನ್ನು ಅಧಿಕಾರಿಗಳು ಕೈಗೊಂಡಿದ್ದು ಮತ್ತೆ 1 ವಾರಗಳ ತನಕ ಲಾಕ್ಡೌನ್ ಮುಂದುವರೆಸಿದ್ದಾರೆ. ಆದರೆ ಅಗತ್ಯ ವಸ್ತುಗಳಿಗೆ ಮಾತ್ರ ಅವಕಾಶವನ್ನ ಕಲ್ಪಿಸಿದ್ದಾರೆ. ಈ ಬಗ್ಗೆ ಕುಂಬ್ಳೆಯ ವ್ಯಾಪಾರಿ ಸಂಘದವರು ಮತ್ತು ಪೊಲೀಸರ ನಡುವೆ ಮಾತಿನ ಚಕಮಕಿಯೂ ನಡೆಯಿತು. ದಿನಸಿ ಮತ್ತು ಇನ್ನಿತರ ಅಂಗಡಿಗಳಿಗೆ ವ್ಯಾಪಾರ ಮಾಡಲು ಅನುಮತಿಯನ್ನ ನೀಡಿದ್ದಾರೆ. ಆದರೆ ಬಟ್ಟೆ ಸೇರಿದಂತೆ ಇನ್ನಿತರ ವ್ಯಾಪಾರಕ್ಕೆ ಅನುಮತಿ ನೀಡದೆ ತಾರತಮ್ಯ ಮಾಡುತ್ತಿದ್ದಾರೆಂದು ವ್ಯಾಪಾರಿ ಸಂಘದವರು ದೂರಿದ್ದಾರೆ. ಸರ್ಕಾರದ ಮಾರ್ಗಸೂಚಿಯಂತೆ ವ್ಯಾಪಾರ ಮಾಡುತ್ತೇವೆ ಎಂದು ಪೊಲೀಸರಲ್ಲಿ ವಿನಂತಿಸಿಕೊಂಡಿದ್ದಾರೆ. ಅನುಮತಿ ನೀಡದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ವ್ಯಾಪಾರಿ ಸಂಘದವರು ಆಕ್ರೋಶವನ್ನ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ. ಕುಂಬ್ಳೆಯಲ್ಲಿ ಎಲ್ಲಾ ವಾಹನಗಳು ಓಡಾಡುತ್ತಿವೆ. ಇತರೆ ಅಂಗಡಿಗಳಿಗೆ ಅವಕಾಶವನ್ನ ನೀಡಿದ್ದಾರೆ. ಆದರೆ ನಮಗೆ ಮಾತ್ರ ಅವಕಾಶ ನೀಡುತ್ತಿಲ್ಲ. ಬಾಡಿಗೆ ಕಟ್ಟಲು ಮತ್ತು ಮುಂದಿನ ಜೀವನ ತುಂಬಾ ಕಷ್ಟಕರವಾಗಿದ್ದು ನಾಳೆಯಿಂದ ಅಂಗಡಿಗಳನ್ನು ಓಪನ್ ಮಾಡುತ್ತೇವೆ. ಈ ಬಗ್ಗೆ ಕುಂಬ್ಳೆ ಪಂಚಾಯತ್ನವರು ನಿರ್ಧಾರ ಮಾಡಬೇಕು ಎಂದು ವ್ಯಾಪಾರಿ ಸಂಘದವರು ಹೇಳಿದ್ದಾರೆ. അതുകൊണ്ട് നാളെ മുതൽ മുഴുവൻ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്ന് ഭരണകൂടത്തിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനോടും വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അല്ലാത്ത പക്ഷം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും. ഇന്ന് എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ച് കൊണ്ട് തന്നെ നാളെ മുതൽ തുറക്കുന്നതായിരിക്കും. ഇന്ന് പോലീസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ ബഹുമാനാദരവോടുകൂടി ഞങ്ങൾ ഇന്ന് ഈ പോലീസുമായി സഹകരിക്കുകയാണ്. നാളെ മുതൽ മുഴുവൻ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അതുമാത്രമാണ് ഈ സാഹചര്യത്തിൽ മുംബൈയിലെ വ്യാപാരികൾക്ക് പറയാനുള്ളത്. ഇത്തരം കാടൻ നിയമങ്ങൾക്കെതിരെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മിഞ്ഞാന്ന് സംസ്ഥാനം ഒട്ടുക്കും സമരം ചെയ്തത്. ആ സമരം സൂചനാ സമരമായിട്ടാണ് സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ഇനി ജനകീയമായി തന്നെ ഇതിനെ നേരിടാനാണ് വ്യാപാരി സമൂഹം ശ്രമിക്കുന്നത്. നാളെ മുതൽ മുഴുവൻ സ്ഥാപനങ്ങളും തുറക്കുന്നതായിരിക്കുമെന്ന് ഇവിടുത്തെ കുമ്പള ടൗണിലെ വ്യാപാരികളോട് അതിന് അനുമതി തരണമെന്ന് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിനോട് പോലീസിനോടും അപേക്ഷിക്കുകയാണ്. നവീൻ, വി4 ന്യൂസ്, കാസർഗോഡ്.